നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ എനർജി ലവ് ബ്ലിസ് കോൺഷ്യസ്നസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആരാണ് ശരിക്കും വിദ്യാഭ്യാസമുള്ള ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായിരിക്കും? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെയും നമ്മൾ മറ്റുള്ളവരെ കാണുന്ന രീതിയെയുമൊക്കെ ഒരുപോലെ സ്വാധീനിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോ എന്താ ശരിക്കും ഒരാളെ വിദ്യാസമ്പന്നനാക്കുന്നത്, അല്ലേ? കയ്യിൽ ഒരുപാട് ഡിഗ്രികളുണ്ടെന്നതാണോ? നമ്മുടെ സമൂഹത്തിലൊക്കെ പലപ്പോഴും അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസത്തിനെ അളക്കുന്നത്. പക്ഷേ ആ ഒരു ചിന്ത ശരിയാണോ? വാ, നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. നമ്മൾ സാധാരണയായി കാണുന്നൊരു കാര്യമുണ്ട്. MA അല്ലെങ്കിൽ PhD, അതുമല്ലെങ്കിൽ ഒരു MBBS, ഇതുപോലുള്ള വലിയ ബിരുദങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു അഹംഭാവം വരും. തനിക്ക് അത്രയും വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെക്കാൾ എന്തോ വലിയ ആളാണ് താനെന്നൊരു തോന്നൽ. അതല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പഠിച്ച ആളല്ലേ, എനിക്ക് പറ്റിയ ജോലിയെ ഞാൻ ചെയ്യൂ എന്നൊരു ചിന്ത. പക്ഷെ ശരിക്കും അതാണോ വിദ്യാഭ്യാസം നമ്മളിലുണ്ടാക്കേണ്ട മാറ്റം? ഇവിടെയാണ് ആ ഒരു പ്രധാന വ്യത്യാസം വരുന്നത്. ഒരാൾ ചിന്തിക്കുകയാണ്, എൻ്റെ കയ്യിലുള്ള ഡിഗ്രികൾ അതെന്നെ മറ്റുള്ളവരെക്കാൾ വലിയവനാക്കുന്നുവെന്ന്. എന്നാൽ ശരിക്കുള്ള ബോധ്യമുള്ള ഒരാൾ എങ്ങനെയാ ചിന്തിക്കുന്നതെന്നോ? എനിക്ക് പഠിക്കാനൊരവസരം കിട്ടി, ഭാഗ്യം കൊണ്ട് എൻ്റെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നു, അത്രേ ഉള്ളൂ. കാരണം എന്നേക്കാൾ കഴിവും ബുദ്ധിയുമുണ്ടായിട്ടും മോശം സാഹചര്യങ്ങൾ കാരണം പഠിപ്പ് തുടരാൻ പറ്റാതെ പോയ എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. ആ ഒരു തിരിച്ചറിവില്ലേ, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ പറയുന്ന അഹംഭാവമൊക്കെ എത്ര ചെറുതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറി കേൾക്കാം. ഇത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നടൻ അമിതാഭ് ബച്ചൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പോ സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ അമിതാഭ് ബച്ചൻ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലെ യാത്രക്കാരും ജീവനക്കാരുമെല്ലാം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. എല്ലാവർക്കും സംസാരിക്കണം, പരിചയപ്പെടണം, ഭയങ്കര ബഹളം. എന്നാൽ ഒരാൾ മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ശാന്തനായി ഇരിക്കുന്നു. ആ വ്യക്തി ഇരുന്നത് ബച്ചന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു. അദ്ദേഹം ബച്ചനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് തന്റെ കയ്യിലുള്ള പുസ്തകം വായിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ബച്ചൻ എന്തോ ഒരു കൗതുകം. അദ്ദേഹം ഒരു സംഭാഷണം തുടങ്ങാൻ തീരുമാനിച്ചു. താങ്കൾ സിനിമ കാണാറുണ്ടോ? ആ വ്യക്തിയുടെ മറുപടി വളരെ സിമ്പിളായിരുന്നു. പണ്ടൊരിക്കലൊന്ന് കണ്ടിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്കതിനധികം സമയം കിട്ടാറില്ല. ബച്ചന്റെ ആകാംക്ഷ കൂടിക്കൂടി വന്നു. അവർ തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഒടുവിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായപ്പോൾ ബച്ചൻ ചോദിച്ചു, ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ ആ വ്യക്തി ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ പേര് JRD ടാറ്റ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ത്യയുടെ വ്യവസായ സാമ്രാജ്യമായ ടാറ്റയുടെ തലപ്പത്തിരിക്കുന്ന ആള്. ആ ഒരൊറ്റ നിമിഷം, ആ പേര് കേട്ട നിമിഷം, ബച്ചന്റെ മനസ്സിൽ അറിയാതെയെങ്കിലും ഉണ്ടായിരുന്ന ഈ വിമാനത്തിലെ ഏറ്റവും വലിയ ആൾ ഞാനാണ് എന്ന ചിന്ത അലിഞ്ഞില്ലാതായി. അദ്ദേഹം തിരിച്ചറിഞ്ഞു തന്റെ ചിന്ത എത്ര ചെറുതായിരുന്നു എന്ന്. ഇതിലെ പാഠം വളരെ വലുതാണ്. നമ്മൾ എന്ത് നേടി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു ലോകവും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. ശരി, ഇനി നമുക്ക് മറ്റൊരു ഏരിയയിലേക്ക് വരാം. സ്ഥാനമാനങ്ങളുടെ അഹംഭാവത്തിൽ നിന്ന് മറ്റൊരാളെ സഹായിക്കുമ്പോൾ ചിലർ കാണിക്കുന്ന ആ ഒരു പൊങ്ങച്ചം, അതിനെപ്പറ്റി സംസാരിക്കാം. ഇവിടെയാണ് ശരിക്കും ഒരു രസകരമായ വ്യത്യാസം വരുന്നത്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഒരു 10 രൂപ കൊടുക്കും, എന്നിട്ടത് 1000 പേരോട് പറഞ്ഞു നടക്കും. പക്ഷേ ശരിയായ ബോധമുള്ളൊരാളോ, അയാൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് തിരിച്ചു പറയും, എൻ്റെ ഈ ചെറിയ സഹായം സ്വീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. ആലോചിച്ച് നോക്കൂ, കൊടുക്കുന്നയാൾ വാങ്ങുന്നയാളോട് നന്ദി പറയുന്നൊരവസ്ഥ. ആ ഒരു മനോഭാവമില്ലേ, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ അടയാളം. നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ ശരിക്കും ഈ ഒരു വാക്യമാണ്. അറിവ് നമ്മളെ കൂടുതൽ വിനയമുള്ളവരാക്കണം, അല്ലാതെ അഹങ്കാരികളാക്കുകയല്ല വേണ്ടത്. ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ കൂടുതൽ എളിമയുള്ളവരായി മാറണം. ഓക്കെ, ഇനി ഈ വിനയം എന്ന പ്രിൻസിപ്പിൾ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കുമ്പോൾ എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടതെന്ന് നോക്കാം. ശരിക്കും വിദ്യാഭ്യാസമുള്ള ഒരാൾ കടം കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം കൊണ്ടോ തളർന്നിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളെ ചെറുതായി കാണില്ല, ഒരിക്കലുമില്ല. പകരം അവർ ആ വ്യക്തിക്ക് തന്റെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കും. അയാളുടെ വിഷമങ്ങൾ സഹാനുഭൂതിയോടെ കേട്ടിരിക്കും. തനിക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെച്ച് ഒരു വഴി കാണിച്ചു കൊടുക്കും. ഇതിനെല്ലാം ഉപരി ആ വ്യക്തിയുടെ നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും. നമ്മൾ പണം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ സമയവും ശ്രദ്ധയും കൊടുക്കുന്നത്. എൻ്റെ വിഷമം കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്നൊരു തോന്നൽ മാത്രം മതി പലർക്കും ജീവിതത്തിലേക്ക് തിരികെ വരാൻ. 1 മണിക്കൂർ ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഇരുന്നാൽ മതി. ഒരുപക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാലും അയാൾ ആ നല്ല നിമിഷം ഓർത്തുവയ്ക്കും. കാരണം നിങ്ങൾ കൊടുത്തത് പണമല്ല, ജീവിതം തിരിച്ചുപിടിക്കാനുള്ളൊരു ധൈര്യമാണ്. അപ്പോൾ ശരിക്കും വിദ്യാഭ്യാസം നേടിയ ഒരാളുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതൊന്ന് ചുരുക്കി പറയാം.
അവർ വഴക്കുകളല്ല, സമാധാനമാണ് ഉണ്ടാക്കുന്നത്. മറ്റൊരാൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ വലിയ ഉപദേശങ്ങളേക്കാൾ അവർക്ക് വേണ്ടത് കുറച്ച് സ്നേഹമോ ശ്രദ്ധയോ ആയിരിക്കാം. പിന്നെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനു പകരം ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ അവർ വാക്കുകളെ ഉപയോഗിക്കും. അതുപോലെ തന്റെ അറിവ് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ അത് പങ്കുവയ്ക്കാൻ അവർക്കൊരു മടിയുമുണ്ടാവില്ല. ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ് ശരിക്കും ഒരു വിദ്യാസമ്പന്നൻ? ഡിഗ്രികൾക്കപ്പുറം എന്തൊക്കെ ഗുണങ്ങളാണ് അവർക്ക് വേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും നേരം ഇത് കണ്ടതിന് ഒരുപാട് നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.